ഹലോ, ഇന്ന് വൈകുന്നേരമായപ്പോൾ വിളക്ക് എത്തിക്കുന്നതിന് മുമ്പായിട്ട് വിളക്കും ഈ ഒരു പാത്രവും അതുപോലെ കിണ്ടിയും കുറച്ച് ചിരാതുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് എണ്ണയും കരിയൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് പണ്ട് അമ്മ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചത്. അമ്മ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, കല്യാണം കഴിഞ്ഞാൽ നീ വിളക്കൊക്കെ വെക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ. ഇപ്പം ഞാനത് ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സമാധാനമൊക്കെ എനിക്കുണ്ട്. ഒരു ദിവസം വിളക്ക് എത്തിച്ചില്ലെങ്കിൽ മനസ്സിനെന്തോ പോലെയാണ്. അങ്ങനെ വിളക്കും കഴുകലും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ നമ്മൾ കുളിച്ച് വിളക്കൊക്കെ വെച്ചു. വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടെ കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സമാധാനം ഒന്നും പറയാനില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പിഷാരി കോവിൽ അമ്പലത്തിലേക്കാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മൾ അങ്ങോട്ടല്ല പോയത്. നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്ന വഴിക്ക് ഇങ്ങനെ അമ്പലക്കുളമൊക്കെ കാണാൻ പറ്റും കേട്ടോ. അവിടെ നമ്മൾ നേരെ വേറൊരു അമ്പലത്തിലേക്കാണ് പോയത്. എന്നോ ഏതിലെയോ പോയപ്പോൾ ഒരു അമ്പലം കണ്ടുപിടിച്ചിട്ട് ആ അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലത്തിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. ഏകദേശം ഒരു സ്ഥലം വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പോകുന്ന വഴിക്ക് ഇങ്ങനെ കായലിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പെട്ടെന്ന് കാണുമ്പോൾ വെള്ളം അടിപൊളിയാണെന്നൊക്കെ തോന്നും. പക്ഷെ നല്ല അലമ്പ് വെള്ളമാണ്, നല്ല ബാഡ് സ്മെല്ലും ഉണ്ട്. അപ്പം അതൊക്കെ താണ്ടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അടിപൊളി ഒരു അമ്പലം കണ്ടു. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ പാലക്കാട് സൈഡിലൊക്കെ എത്തിയ പോലെ നമുക്ക് തോന്നും. പണ്ടത്തെ ടൈപ്പ് 90s നമ്മൾ സിനിമകളിലൊക്കെ കണ്ടതുപോലെയുള്ള ഒരു അമ്പലം. എന്താ പറയുക, മുമ്പിലുള്ള ആ ഒരു ആൽമരം, ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ കുറേ പേര് പ്രായ ആൾക്കാരൊക്കെ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. പക്ഷേ കോമഡി അവിടെയല്ല. നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പം ഇന്ന് വൈകുന്നേരം അവിടെ തൊഴാൻ പറ്റില്ല, അവിടെ പൂജയില്ല എന്ന് അറിയിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ പുറമേ നിന്നെല്ലാം കണ്ട് തിരിച്ചു പോന്നു. വരുന്ന വഴിക്ക് വിഷമം തീർക്കാനായിട്ട് ഒരു ചായയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം.